സർക്കാരിന്റെ പിൻവാതിൽ നയത്തെ വലിച്ചു കീറി ഒട്ടിക്കുകയാണ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് എന്ന കമ്പനി ആരംഭിക്കാൻ ഉദ്ദേശിച്ച മദ്യ ഫാക്ടറിക്ക് നൽകിയ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. അത് ഈ അടുത്ത കാലത്തിൽ വെച്ച് സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കമ്പനിക്ക് ആവശ്യമായ വെള്ളം വാട്ടർ അതോറിറ്റി നൽകുമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു എങ്കിലും അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ലെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രിയും അതോറിറ്റിയും വ്യക്തമാക്കിയിരുന്നു. ഇതിൽ സർക്കാർ മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ മലക്കം മറിച്ചിൽ നയത്തെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ശ്രീകണ്ഠൻ. ക്യാബിനറ്റ് തീരുമാനത്തിൽ മദ്യ കമ്പനി കഞ്ചിക്കോട് തുടങ്ങുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അത് ഇലപ്പുള്ളിയിലേക്ക് മാറ്റിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണ് എന്നാണ് ഹൈക്കോടതി നിരീക്ഷിച്ചതായി വ്യക്തമാക്കുന്നത്. ഒരു ടെൻഡറുമില്ലാതെ പിൻവാതിലിലൂടെ ഈ കമ്പനിയെ കൊണ്ടുവരാൻ ശ്രമിച്ചതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. കുടിവെള്ളക്ഷാമമുള്ള എലപ്പുള്ളിയിൽ പ്രതിദിനം 10 ദശലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന ഇത്തരമൊരു കമ്പനി വരുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ആശങ്കപ്പെടുന്നുണ്ട്. മദ്യവ്യാപനം കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ നയത്തിന് വിരുദ്ധമായി ഇത്തരം കമ്പനികളെ സഹായിക്കുന്നത് ശരിയല്ലെന്നും കോടതി വിധി സർക്കാരിന് ലഭിച്ച കനത്ത തിരിച്ചടിയാണെന്നും വീഡിയോയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ദിവസം ഹൈക്കോടതി പാലക്കാട്ട് സർക്കാർ ആരംഭിക്കാൻ ഉദ്ദേശിച്ച മദ്യ കമ്പനിക്ക് പ്രാഥമിക അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ജനുവരി മാസം 2025 ജനുവരി മാസത്തിൽ ഈ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയ സമയത്ത് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും ഞാൻ ഉൾപ്പെടെയുള്ളവരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വഴിവിട്ട രീതിയിൽ ഒരു കമ്പനിയെ സഹായിച്ച സർക്കാരിന്, ജനവിരുദ്ധത മുഖമുദ്രയാക്കിയ സർക്കാരിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് ഇന്നലത്തെ ഹൈക്കോടതി വിധി. നമുക്കറിയാം, മന്ത്രി ഇന്നലെ ഈ ഹൈക്കോടതി വിധി വന്നപ്പോൾ മലക്കം മറിയുന്ന കാഴ്ച കണ്ടു. ഈ കമ്പനിക്ക് വേണ്ടി വാദോരാതെ വാദിക്കുകയും പൊതുസമൂഹത്തിൽ കമ്പനിയെ ന്യായീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മന്ത്രിക്ക് എവിടെ നിന്നാണ് ജലം എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ജല അതോറിറ്റി, വാട്ടർ അതോറിറ്റി ആദ്യം വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് കമ്പനി അവകാശപ്പെട്ടത്. പക്ഷേ വാട്ടർ അതോറിറ്റി അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരസ്യമായി തന്നെ പറഞ്ഞു, അങ്ങനെ ജലം നൽകാമെന്നുള്ളത് വാട്ടർ അതോറിറ്റി നൽകിയിട്ടില്ല, ഉറപ്പ് നൽകിയിട്ടില്ലെന്ന്. പക്ഷെ അന്നും വാട്ടർ അതോറിറ്റിയാണ് ജലം നൽകുന്നതെന്ന് വിശദീകരിച്ച മന്ത്രി പിന്നീട് അത് കോരയാർ പുഴയിൽ നിന്നും വെള്ളമെടുക്കും എന്ന് പറഞ്ഞ മന്ത്രി അതിനിടയ്ക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിലൂടെ വെള്ളം ശേഖരിക്കുന്നു പറഞ്ഞ മന്ത്രി ഇന്നലെ മലക്കം മറിയുന്ന കാഴ്ച കണ്ടു. നമുക്കറിയാം, ഇത് ഒരു ദിവസം 10 ദശലക്ഷം ലിറ്റർ വെള്ളം ആവശ്യമായിട്ടുള്ള, വെള്ളം മാത്രം അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു വലിയ ഫാക്ടറിയാണ്. ആദ്യം ഈ ഫാക്ടറി എണ്ണ കമ്പനികൾക്ക് എത്തനോൾ നൽകാൻ എന്നുള്ള വ്യാജേനയാണ് അപേക്ഷ സമർപ്പിച്ചത്. ഇതിൽ വലിയ ദുരൂഹതയുണ്ട്. കാരണം 1999 മദ്യനയം എപ്പോഴാണ് മാറ്റം ചെയ്തതെന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിലിരിക്കുമ്പോഴാണ് ഇനിയൊരു മദ്യ കമ്പനി കേരളത്തിൽ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നത്. ഇത് മാറ്റിമറിച്ചത് 2018 നിങ്ങൾക്കറിയാം, കേരളത്തിൽ 3 ബ്രൂവറി അനുവദിക്കാനുള്ള ഒരു തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ചപ്പോഴാണ് വീണ്ടും അത് ചർച്ചാ വിഷയമായത്. എന്നാൽ സർക്കാർ പിന്നീട് പ്രക്ഷോഭമുണ്ടായപ്പോൾ അത് പിൻവലിക്കുകയും 2023-24 വീണ്ടും അത് ആരോരും അറിയാതെ ആ മദ്യനയത്തിൽ വെള്ളം കലർത്തി. ഈ ഒയാസിസ് കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉത്തരേന്ത്യയിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു കമ്പനിയാണ്. 2 സംസ്ഥാനങ്ങളിൽ ഭൂഗർഭ ജലം ഊറ്റിയത് വഴിയും കുടിവെള്ളം മുട്ടിയത് വഴിയും ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. മാത്രമല്ല, ഈ മദ്യ കമ്പനികളുടെ മാലിന്യം ഭൂമിയിലേക്ക് അടിച്ചു താഴ്ത്തി വർഷങ്ങളോളം ഇനിയൊരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയാത്ത തരത്തിൽ ആ മേഖലയാകെ നശിപ്പിച്ചു കളഞ്ഞതിന്റെ പേരിലാണ് കമ്പനിക്ക് പൂട്ടേണ്ടി വന്നത്. ഇങ്ങനൊരു കുപ്രസിദ്ധ കമ്പനിയെ ആരോരും അറിയാതെ മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് അവർക്ക് പ്രാഥമിക അനുമതി നൽകിയതിൽ അന്നും ദുരൂഹതയുണ്ടെന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നു. വലിയ അഴിമതി ലക്ഷ്യമാക്കിയാണ്
ഈ കമ്പനിക്ക് വേണ്ടി മന്ത്രി MP രാജേഷും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടുന്ന CPMന്റെ സംഘം ഇതിന് അനുകൂലമായ ഒരു തീരുമാനമെടുത്തത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വന്നിരിക്കുക. ജനങ്ങൾ ആശങ്കപ്പെട്ടു. ഒരു പൂവൽ കൃഷി പോലും നടത്താൻ കഴിയാത്ത എലപ്പുള്ളിയിലെ മണ്ണിലാണ്. ഇതിൽ ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ക്യാബിനറ്റ് കൂടി തീരുമാനിച്ചത് കഞ്ചിക്കോട് ഒരു മദ്യ കമ്പനി ആരംഭിക്കുമെന്നാണ്. അന്നത്തെ ക്യാബിനറ്റ് തീരുമാനത്തിൽ തന്നെ പറയുന്നുണ്ട് കഞ്ചിക്കോട് മേഖലയിൽ ഒരു മദ്യ കമ്പനി ആരംഭിക്കുന്നു. എത്തനോളും സ്പിരിറ്റും കേരളത്തിന് ആവശ്യമായിട്ടുള്ള മദ്യവും ഉൽപ്പാദിപ്പിക്കാനുള്ള കമ്പനിയാണെന്ന് അതിൽ പറയുന്നുണ്ട്. അതിന്റെ സ്ഥലം പറയുന്നത് കഞ്ചിക്കോടാണ്. എന്നാൽ വളരെ വിചിത്രമാണ്, അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത് കഞ്ചിക്കോടല്ല, ഇത് എലപ്പുള്ളിയിലാണ്. ഭൂഗർഭജലം വറ്റിക്കാൻ അത് കഞ്ചിക്കോട് എന്ന് പറയുമ്പോൾ ഒരു വ്യവസായ മേഖലയിൽ പുതിയൊരു വ്യവസായം വരുന്നു എന്നുള്ള അർത്ഥത്തിൽ കാണാൻ വേണ്ടി ജനങ്ങളെ കബളിപ്പിച്ച് ക്യാബിനറ്റ് വരെ തീരുമാനമെടുത്തതാണ്. ആ ജനങ്ങളെ കബളിപ്പിച്ചത് കണ്ടുപിടിച്ച് വളരെ വിശദമായി തന്നെ സർക്കാരിട്ട് കൊട്ടുകൊടുത്തത് ഈ ഇന്നലെ വന്ന ഹൈക്കോടതിയുടെ വിധിയാണ്. അപ്പോൾ കഞ്ചിക്കോടെന്ന് കാണിച്ച് എലപ്പുള്ളിയിൽ ആരംഭിക്കാൻ ശ്രമിക്കുകയും മദ്യനയം തിരുത്തി ഇതുപോലുള്ളൊരു വലിയ മദ്യക്കമ്പനി തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷം ജനങ്ങളെ ഇതുപോലെ വിഡ്ഢികളാക്കുകയാണ്. ഈ ഗവൺമെന്റ് വരുമ്പോൾ പറഞ്ഞു മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കും, മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കും എന്നുള്ള മുദ്രാവാക്യമാണ് പ്രകടന പത്രികയിൽ വരെ ഉന്നയിച്ചിട്ടുള്ളത്. അതിനെല്ലാം വിരുദ്ധമായി ഈ മദ്യക്കമ്പനിക്ക് വേണ്ടി വഴിവിട്ട് പിൻവാതിലൂടെ അവർക്ക് അനുമതി കൊടുത്ത ആ തീരുമാനത്തെയാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു കാരണവശാലും അന്ന് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഭൂഗർഭജലം വറ്റിക്കുന്ന കമ്പനി, മാലിന്യം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കമ്പനി, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു തരത്തിലും പ്രായോഗികമല്ലാത്ത പ്രദേശത്ത് ഇത് തുടങ്ങുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞ അതേ അഭിപ്രായം തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. ജനങ്ങളാകെ ഭയാശങ്കയിലാണ്. കാരണം ഈ മേഖലയിലെ ജനജീവിതം തന്നെ താറുമാറാക്കുന്ന തരത്തിൽ ഇനി അടുത്ത തലമുറയ്ക്ക് കഴിയാൻ പറ്റാത്ത തരത്തിലുള്ള ഭൂഗർഭജലം ഊറ്റാനാണ് ഇവരുടെ പരിപാടി. അപ്പൊ ജല അതോറിറ്റി കൈയൊഴിഞ്ഞു. അതുപോലെ തന്നെ കോരയാർ പുഴയിൽ നിന്ന് എടുക്കുന്നു പറഞ്ഞു, മലമ്പുഴ ഡാമിൽ നിന്ന് കൊടുക്കുന്നു. വിചിത്രമായ പല മറുപടികളും പറഞ്ഞ സർക്കാർ ഈ കാര്യത്തിൽ നിന്നും പിൻവാങ്ങണം. ഈ പാലക്കാട്ടെ എലപ്പുള്ളിയിലെ മദ്യക്കമ്പനി എന്നുള്ള ആ തീരുമാനം പിൻവലിക്കണം. കോടതിയുടെ നിരീക്ഷണം, കോടതിയുടെ വിധി വന്ന അടിസ്ഥാനത്തിൽ അത് നിരീക്ഷിച്ചുകൊണ്ട് കോടതി വളരെ കൃത്യമായിട്ടുള്ള വിധിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ ഈ നയത്തിൽ നിന്നും ഈ മദ്യക്കമ്പനി കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്നും പിൻവാങ്ങണം എന്നുള്ളതാണ് അഭിപ്രായം. അത് മനസ്സിലായി. ഹൈക്കോടതി വിധി അദ്ദേഹം വായിച്ചു നോക്കാത്തതിന്റെ അല്പജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ കേട്ടുകേൾവി കൊണ്ട് പറഞ്ഞ പ്രതികരണമായിരിക്കും. കാരണം ഇതേ മന്ത്രി നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു അഹല്യയിൽ കൊണ്ടുപോയി അവിടെ ജലസംഭരണി, മഴവെള്ള സംഭരണിക്കുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം പറഞ്ഞ ആള് അത് വിഴുങ്ങി. ഇപ്പോ വാട്ടർ അതോറിറ്റിയാണ് തീരുമാനിക്കേണ്ടത്, സർക്കാരല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിചിത്രമായ മറുപടി കേരളത്തെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന, കാരണം സർക്കാരിന്റെ കീഴിലല്ല ജല അതോറിറ്റി എന്നാണ് ഇപ്പൊ മന്ത്രിയുടെ വാദം. സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ വകുപ്പുകൾ ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് സർക്കാർ. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മന്ത്രി ഇപ്പോ ഈ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഓരോ മുടന്ത ന്യായങ്ങൾ പറയുക. ജല അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗം. ആ ജല അതോറിറ്റിയുടെ മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു ഇങ്ങനെ ഒരു വാഗ്ദാനം ഞങ്ങൾ നൽകിയിട്ടില്ലെന്ന്. അപ്പോഴാണ് പറഞ്ഞു മലമ്പുഴയിൽ നിന്ന് വെള്ളം കിട്ടുന്നു, ആ മലമ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും ജല അതോറിറ്റി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ന്യായമായിട്ട് വന്നത്. മൂന്നാമത് പറഞ്ഞു ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്ത്, CPM ഭരിക്കുന്ന പഞ്ചായത്ത് കോരയാർ പുഴയിൽ നിന്നും വെള്ളം എത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം വലിയ തിരിച്ചടിയാണ്. ഇത് കൃത്യമായി നിരീക്ഷിച്ച പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ ഒരു കമ്പനി, അതും ഒരു സുതാര്യമല്ലാത്ത രീതിയിൽ വന്നതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ അഴിമതിയല്ലാതെ പിന്നെ എന്താണ് ലക്ഷ്യം? കേരളത്തെ മദ്യത്തിൽ മുക്കി കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ? മദ്യനയം പിൻവലിച്ച് അല്ലെങ്കിൽ മദ്യത്തിന്റെ വ്യാപനം കുറയ്ക്കുന്നു പറഞ്ഞ സർക്കാർ ഇതിൽ നിന്നും വളരെ സുതാര്യമായിട്ടാണോ ഈ നടപടിയൊക്കെ എടുത്തിട്ടുള്ളത്? ഈ മന്ത്രി പറഞ്ഞത് പത്രസമ്മേളനത്തിലുടനീളം പറഞ്ഞത് പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നതിലൊരു അഴിമതിയുണ്ടെന്നാണ്. പക്ഷേ കോടതിയിൽ കൊടുത്ത പരാതിയിലെ കേസിലൊന്നും തന്നെ അഴിമതി എന്നുള്ളൊരു വാക്ക് പോലും പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല, കോടതിയിൽ ഒരു പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള ഹർജിയാണ് അവിടെ ഫയൽ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രത്യക്ഷത്തിൽ അഴിമതിയല്ല, അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുണ്ട്. ഇത് ഭൂഗർഭജലം ഊറ്റുന്നതാണ്, വെള്ളത്തിന്റെ സോഴ്സ് വ്യക്തമാക്കിയിട്ടില്ല.
പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല. ഈ കാര്യങ്ങൾ പ്രതിക്കൂട്ടിലാക്കുന്നത് ആരെയാ? മന്ത്രിസഭയാണ്. അങ്ങനെ ഒരു സ്ഥാപനം, ഒരു വലിയ കമ്പനി, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരിസ്ഥിതി ആഘാത പഠനം നടത്തണ്ടേ? ഒരു റോഡ് നിർമ്മിക്കാൻ, പാലക്കാട് കോഴിക്കോട് ഹൈവേ നിർമ്മിക്കാൻ വേണ്ടി പാരിസ്ഥിതിക ആഘാത പഠനം നടന്നു. മലയോര മേഖലയിലാണ്, പ്രകൃതിയുടെ ഏറ്റവും അടിത്തട്ടിലാണ് ഈ റോഡ് വരുന്നത്. ഒരു റോഡ് വരുമ്പോൾ, പ്രത്യേകിച്ച് പാലക്കാട് സ്മാർട്ട് സിറ്റി കേന്ദ്ര അനുമതി ഒരു കൊല്ലം വൈകി. എന്താണ്? പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുകയാണ്. ഒരു ടൗൺഷിപ്പ് വരികയാണ്, അവിടെ ഒരു മദ്യക്കമ്പനിയല്ല, വെള്ളത്തെ ദുരുപയോഗിക്കുകയല്ല, ഇത് ഭൂഗർഭജലം മുഴുവൻ വറ്റിച്ചുകൊണ്ട് വലിയ തോതിൽ മദ്യം, സ്പിരിറ്റ്, എത്തനോള് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംവിധാനങ്ങളുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളുള്ള വലിയൊരു കമ്പനി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പഠനം നടത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമല്ലേ? അപ്പൊ സർക്കാർ അത് നടത്തിയിട്ടില്ലെന്ന് വെച്ചാൽ ഇത് പിൻവാതിലൂടെ ഈ കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു. അതിന്റെ പിന്നിൽ ദുരൂഹതയുണ്ട്. അതിന്റെ പിന്നിൽ എന്താണ്? വൻ അഴിമതിയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അത് ആദ്യം മുതലേ ഉള്ള ആരോപണമാണല്ലോ. ഇതിനെക്കുറിച്ച് സർക്കാർ നിഷേധിച്ചിട്ടില്ലല്ലോ. ഈ വഴിവിട്ട രീതിയിൽ എന്തിനാ ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു കമ്പനിയെ മാത്രം ഒരു ലേലം നടത്താണ്ട്, പ്രത്യേകം ടെൻഡർ ഇല്ലാതെ കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, കമ്പനികളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് കുപ്രസിദ്ധമായ ഈ ഉത്തരേന്ത്യയിലെ കമ്പനിയെ ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യം? ആരാണ് ഇതുമായിട്ട് ചർച്ച നടത്തിയത്? ഇത് നിങ്ങൾക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് 2001 മുതൽ ഭൂമി എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2001 മുതൽ എന്നാണ്. അത്രയും വർഷം പഴക്കമുണ്ട് ഈ കമ്പനി. അവിടെ 2021 മുതൽ കമ്പനി അവിടെ സ്ഥലമെടുക്കാൻ തുടങ്ങി. 21, 22, 23 സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയത്. മാത്രമല്ല അവിടെ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടം ഏകദേശം 4 ഏക്കറോളം ഇതിനു വേണ്ടിയിട്ട് സ്വരൂപിച്ചു. ഇതെല്ലാം സർക്കാർ അറിയാതെയാണ്, സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ അറിയാതെയാണെന്ന് പറയാൻ എന്താ യുക്തിയുള്ളത്? റവന്യൂ വകുപ്പ് ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ നിലം നികത്താനോ അല്ലെങ്കിൽ കൺവെർട്ട് ചെയ്യാനോ പാടില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ മന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം നിയമവിരുദ്ധമായി നടന്നത് ഈ കമ്പനിയെ അവിഹിതമായി സഹായിക്കാനാണ്. ഇതിൽ വലിയ അഴിമതിയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സർക്കാർ ഈ കോടതി വിധിയിൽ അതൊന്നും പറയുന്നില്ല. ആകെ വെള്ളത്തിന്റെ പ്രശ്നം മാത്രമാണ് നിലവിൽ പറഞ്ഞത്. കോടതി വിധിയിൽ എന്താണ് ഹർജിക്കാർ കൊടുത്തതെന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കുക. അവർക്ക് അവിടെ ജീവിക്കണം, അടുത്ത തലമുറയ്ക്ക് ജീവിക്കണം, കുടിവെള്ളം മുട്ടും. അതുപോലെ തന്നെ അവിടെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടില്ല. ഈ വിഷയങ്ങളാണല്ലോ കോടതിയുടെ മുമ്പാകെ പരിഗണിക്കുമെന്നത്. ഇനിയും വരും. ഇതിന്റെ പിന്നിലുള്ള ദുരൂഹതയും അതുപോലെ തന്നെ ഈ കമ്പനി അവിഹിതമായി കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെയും ആ ദുരൂഹതയൊക്കെ പുറത്തു വരും. പുറത്തു വരാതിരിക്കില്ല. പൊതുസമൂഹം വളരെ വിജിലന്റ് ആണ്. കോടതി ഉത്തരവിൽ തന്നെ ഈ പറയുന്ന ചില 2-3 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പ്രശ്നം, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പുതിയൊരു അപേക്ഷ നൽകുകയാണെങ്കിൽ അത് സർക്കാർ സ്വീകരിക്കും. അപ്പൊ എന്തുകൊണ്ട് സർക്കാർ നമ്മുടെ നാട്ടിൽ 4 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു ചെറുകിട വ്യവസായം തുടങ്ങാൻ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം നിങ്ങൾ ആലോചിക്കണം. ആ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ, പഞ്ചായത്തിനെ അറിയിക്കാതെ എന്തിന് ഈ ഒളിച്ചുകളി നടത്തി സർക്കാർ എന്ന് വ്യക്തമാക്കേണ്ടത് അവരല്ലേ? എന്തുകൊണ്ട് ഈ അനുമതിയൊക്കെ മറ്റുള്ള എല്ലാവർക്കും ബാധകം? ഈ ബഹുരാഷ്ട്ര കുത്തകൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ വൻകിട കമ്പനികൾക്ക് ബാധകമല്ല, അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒയാസിസിന് ബാധകമല്ല. അതെവിടെയാ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ വല്ല നിയമം പറഞ്ഞിട്ടുണ്ടോ? പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങണമെങ്കിൽ എന്തെല്ലാം നൂലാമാലകളുണ്ട്, ഏതെല്ലാം ചുവപ്പ് നാട മറികടക്കണം. ഇവർക്ക് ഇതൊന്നും ബാധകമല്ല. ഇത് എങ്ങനെ പിൻവാതിലൂടെ മന്ത്രിസഭാ യോഗത്തിൽ വന്നു? ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ? അത് ജനങ്ങൾക്ക് ജോലി കിട്ടുന്നത്, നാടിന്റെ വികസനം കിട്ടുന്നതല്ല. കേരളം മുഴുവൻ ആവശ്യമായ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ആദ്യം പറഞ്ഞത് എന്താണ്? എണ്ണ കമ്പനികൾക്ക് എത്തനോൾ കൊടുക്കാനാണ്. പിന്നെ 2ാം ഘട്ടം എന്താണ്? സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുക. 3ാം ഘട്ടം എന്താണ്? മദ്യം ഉൽപ്പാദിപ്പിക്കുക. മദ്യം എന്താ? ഈ ലോകത്ത് ഏതെല്ലാം തരം മദ്യം കിട്ടുമോ അതെല്ലാം പാലക്കാട് എലപ്പുള്ളിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനി പറഞ്ഞത്. അപ്പൊ ഇതിനെല്ലാം വകവെച്ചു കൊടുക്കുന്ന സർക്കാർ ഈ മദ്യം വ്യാപനം തടയുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരാ. മദ്യനയം മാറ്റിയിട്ടില്ലാത്ത സർക്കാരാണ്. എങ്ങനെയാണ് ഈ കമ്പനി ഇവിടെ കടന്നുകൂടിയത്? അതിന്റെ പിന്നിലുള്ള ഗൂഢത എന്താണ്? അത് ഇനിയും അന്വേഷിച്ച് പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ പച്ചയായ അഴിമതിയാണ്. വലിയ തോതിൽ അഴിമതി ലക്ഷ്യം കണ്ടുകൊണ്ടാണ് സർക്കാരും CPM-ഉം ഈ കമ്പനി പാലക്കാട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ആഗ്രഹം വിലപ്പോകില്ല എന്നുള്ളതിന്റെ ആദ്യത്തെ തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ വിധി. അത് വളരെ വ്യക്തമാണല്ലോ. ഒരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയാൽ ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇവിടെ ഒരു സ്കോപ്പും ഇല്ലല്ലോ. എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അങ്ങനെ ഭൂഗർഭജലം ധാരാളം കിട്ടുന്ന സ്ഥലമാണോ?
2 പൂവൽ കൃഷി നടത്തിയിരുന്ന ഒരു സ്ഥലത്ത് 1 പൂവൽ കൃഷി തന്നെ ലോറിയിൽ വെള്ളം കൊണ്ടുപോയിട്ടാണ്. ഇനി എലപ്പുള്ളിയിലെ സ്ഥിതി നിങ്ങൾ പരിശോധിക്കണം. 5 വർഷം കോൺഗ്രസ് ഭരിച്ചതാ. 10ഓളം മിനി കുടിവെള്ള പദ്ധതി ഈ 5 വർഷക്കാലത്താണ് തുടങ്ങിയത്. അവിടെ വേറെ സോഴ്സ് ഇല്ല, അവിടെ നദിയില്ല, കനാലില്ല, പുഴയില്ല, അവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു അവസ്ഥയില്ല. അവിടെ കുഴൽക്കിണർ ഏകദേശം 400-ലധികം കുഴൽക്കിണർ കുഴിച്ച് അതിൽ 150ഓളം വെള്ളമില്ലാണ്ട് പൂട്ടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് എലപ്പുള്ളി. അപ്പോൾ ഒരു പാരിസ്ഥിതിക പഠനം നടത്തിയാൽ ഇങ്ങനെ ഒരു കമ്പനിക്ക് യാതൊരുവിധ സാധ്യതയുമില്ല. അതുകൊണ്ടല്ലേ സർക്കാർ അതൊന്നും നടത്താതെ ഇങ്ങനെ കമ്പനിക്ക് നേരിട്ട് അനുമതി കൊടുത്തത്? അതിൽ ദുരൂഹതയില്ലേ? അതാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ അഴിമതി ലക്ഷ്യമാക്കിയിട്ട്, അല്ലാതെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയാണോ സ്പിരിറ്റും എത്തനോളും മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു കമ്പനി കുടിവെള്ള സോഴ്സ് ഇല്ലാത്തൊരു സ്ഥലത്ത്? അങ്ങനെ സോഴ്സ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയല്ലേ? എന്താണ് ജല അതോറിറ്റി അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്, ഒരു സർക്കാരാ പറയുന്നത്. ആ സർക്കാർ കോടതിയിൽ വാദിച്ചു. അപ്പോഴാണ് ജല അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട MD പറയുന്നത് അങ്ങനെ ഒരു അനുമതി ഞങ്ങൾ കൊടുത്തിട്ടില്ല. മന്ത്രി പറയുന്നു വെള്ളം അനുവദിച്ചിട്ടില്ല, അത് മലമ്പുഴ ഡാമെന്ന് അനുവദിക്കാൻ കഴിയില്ല എന്നൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടും സർക്കാരിന് അതിലൊരു പങ്കില്ലെന്ന് പറയുന്നത് ഈ ഉത്തരവ് കണ്ടപ്പോൾ ഉള്ള ജാള്യതയാണ് MP രാജേഷ് പ്രകടിപ്പിക്കുന്നത്. കാരണം ജല അതോറിറ്റി സർക്കാരിന്റെ കീഴിലല്ലേ, സർക്കാരിന്റെ മറ്റൊരു വകുപ്പല്ലേ എക്സൈസ്, സർക്കാരിന്റെ വകുപ്പല്ലേ റവന്യൂ. ഈ വകുപ്പുകളൊക്കെ എതിർത്തപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കമ്പനിക്ക് തെറ്റായ രീതിയിൽ പിൻവാതിലൂടെ അനുമതി നൽകിയത്? മറുപടി പറയേണ്ടത് എക്സൈസ് വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുമാണ്.